Yes, good evening to all of you. Good evening, Good sir. evening, sir. Good evening, sir. Good evening, sir. Good Okay, evening, sir. നമുക്ക് ഇന്നത്തെ ക്ലാസ് Good evening, തുടങ്ങാം. sir. ഓക്കെ, നമ്മൾ സാധാരണ പോലെ തന്നെ നമുക്ക് സിനണിംസ്, ആന്റണിംസ് എന്നിവ ആദ്യം തരാം. എന്നിട്ട് ബാക്കിയുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടെൻസുകളെ കുറിച്ച് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞല്ലേ? 12 ടെൻസുകളും. അതെ. ഓക്കെ, അപ്പോ ഇതിനു ശേഷം ഞാൻ നിങ്ങളോട് നിന്ന് ചില ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾ അതിന് ആൻസർ പറയാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോ സിനണിംസില് ആദ്യത്തെ വേർഡ് പ്രാറ്റൽ, PRATTLE. PRATTLE, സോറി, PRATTLE, പ്രാറ്റൽ. നെറ്റ് സ്ലോ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. PRATTLE, പ്രാറ്റൽ. പ്രാറ്റൽ എന്ന് പറഞ്ഞ വെർബാണ്, ക്രിയാരൂപമാണ്. അതിന്റെ മീനിങ് ചിലയ്ക്കുക അല്ലെങ്കിൽ ജൽപ്പിക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ ടോക്ക് മച്ച് ഐഡിയലി ലൈക്ക് എ ചൈൽഡ്. ഒരു കുട്ടിയെ പോലെ അർത്ഥമറിയാതെ ചിലയ്ക്കുന്നതിനാണ് പ്രാറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ ആൾക്കാരെ പരിഹസിക്കാറുണ്ട്, ഡോണ്ട് പ്രാറ്റൽ ലൈക്ക് എ ചൈൽഡ്. ഒരു കുട്ടിയെ പോലെ ഇങ്ങനെ ജൽപ്പിക്കല്ലേ. ഓക്കെ, ടോക്ക് അറ്റ് ലെങ്ത് ഇൻ എ ഫൂളിഷ് വേ. അപ്പൊ പ്രാറ്റൽ എന്ന വാക്കിന്റെ സിനണിംസ് ഒന്ന് ചാറ്റർ, CHATTER. ചാറ്റർ, ചാറ്റർ എന്ന് പറഞ്ഞാൽ ചിലയ്ക്കുക. അതായത് ഇടപെടാതെ സംസാരിച്ചു കൊണ്ടിരിക്കുക, അതിനെയാണ് ചാറ്റർ എന്ന് പറയുന്നത്. ടോക്ക് റാപ്പിഡ്ലി ആൻഡ് ഫൂളിഷ്ലി അബൌട്ട് unimportant things or unimportant matters. തികച്ചും അപ്രധാനമായ കാര്യങ്ങളെ കുറിച്ച് വളരെ വേഗത്തിലും അതുപോലെ വിഡ്ഢിത്തം നിറഞ്ഞ രീതിയിലും സംസാരിക്കുന്നതിനാണ് ചാറ്റർ എന്ന് പറയുന്നത്. CHATTER. അടുത്ത അതിന്റെ മറ്റൊരു സിനണിമാണ് പ്ലാറ്റർ, BLATTER. BLATTER, ബ്ലാറ്റർ. ബ്ലാറ്റർ എന്ന് പറഞ്ഞാൽ അതിന്റെ നല്ല മലയാളം വിഡ്ഢിത്തം പറയുക എന്നാണ്. ബ്ലാറ്റർ. BLATTER. സമാനമായി ഉപയോഗിക്കുന്ന മറ്റൊരു പദം കൂടിയുണ്ട്, ബ്ലൈത്തർ, BLATHER. അതിന്റെ രണ്ടിന്റെയും മീനിങ് ഏകദേശം സെയിം ആണ്. BLATHER, ബ്ലൈത്തർ എന്നാണ് അതിന്റെ ഉച്ചാരണം. നെക്സ്റ്റ് അടുത്ത ഒരു വേർഡാണ് ബാബിൾ, BABBLE, ബാബിൾ.
ബാബിൾ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ തെരുതെരെ സംസാരിക്കുക എന്ന് കേട്ടിട്ടില്ലേ? നിർത്താതെ സംസാരിക്കുക. അതായത് ടു സ്പീക്ക് ക്വിക്ക്ലി ആൻഡ് ഇൻ എ വേ ദാറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ വളരെ വേഗത്തിൽ സംസാരിക്കും. ബാബിൾ, BABBLE. മനസ്സിലായില്ല? നൗഫിയാണോ സംശയം ചോദിച്ചത്? ഇപ്പൊ മനസ്സിലായി, കിട്ടിയില്ല. ബാബിൾ, BABBLE. ഇപ്പൊ ഇതിന്റെ എല്ലാം മീനിങ് ഏതാണ്ട് സെയിം ആണ്. പ്രാറ്റൽ എന്ന വാക്കിന് പല സിനണിംസ് നമുക്ക് ഉപയോഗിക്കാം. ജാബർ എന്ന് ഉപയോഗിക്കാം, JABBER. ഒരു പക്ഷേ ഈ വാക്കുകൾ നിങ്ങൾ കേട്ട് പരിചയം കാണില്ല എന്ന് എനിക്ക് തോന്നണം. ജാബർ, JABBER. ജാബർ എന്ന് പറഞ്ഞാൽ അവ്യക്തമായി സംസാരിക്കുക. ടോക്ക് ഇൻ ആൻ എക്സൈറ്റഡ് മാനർ. അപ്പൊ പ്രാറ്റൽ എന്നുള്ളതിന് ഇപ്പൊ 4 സിനണിം ഞാൻ ഇവിടെ പറഞ്ഞ. ഒന്ന് ചാറ്റർ, മറ്റൊന്ന് ബ്ലാറ്റർ, പ്ലേത്തർ, ബാബിൾ. 4 5 പറഞ്ഞു. ജാബർ, JABBER. അപ്പൊ അതിന്റെ മീനിങ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കാം. അത് കാര്യമായിട്ട് പഠിക്കുക കൂടി ചെയ്യാം. ഭാവിയില് എന്തെങ്കിലും സാഹചര്യത്തിൽ അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരാം. ജാബർ. ജാബർ തന്നെ പുലമ്പുക എന്നാണ് അതിന്റെ ശരിയായ മലയാളം. പുലമ്പുക എന്ന് കേട്ടിട്ടില്ലേ? പുലമ്പുക എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വ്യക്തതയില്ല, എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് പോലും അറിയില്ല. അങ്ങനെയുള്ള സംസാരത്തെയാണ് ജാബർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് വേർഡ് ഇതാണ്. ടോക്ക്ഡ് അല്ല, ടോക്ക് ഇൻ. ടോക്ക് ഇൻ ആൻ എക്സൈറ്റഡ് മാനർ. ബ്ലൈതർ, BLATHER. ബ്ലൈതർ എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തം പറയുക. വിഡ്ഢിത്തം പറയുക അല്ലെങ്കിൽ കൂടുതലായി സംസാരിക്കുക. നമ്മള് ഒരു പ്രോവർബ് നിങ്ങൾ കേട്ടാണ്, he who talks very little is wise. എന്താണ്? he who talks very little is wise. കുറച്ച് സംസാരിക്കുന്നവൻ ആരാണോ അവൻ ബുദ്ധിമാൻ എന്നാണ് വയ്പ്. എന്നാൽ കുറച്ച് സംസാരിക്കുന്ന എല്ലാ ആൾക്കാരും ബുദ്ധിമാന്മാരൊന്നുമല്ല. അതൊരു ഇംഗ്ലീഷ് പ്രോവർബാണ്. അതെ. നെക്സ്റ്റ് അടുത്ത സെക്കൻഡ് വേർഡ് പ്രൊക്യൂർ, PROCURE. യെസ്. ലാസ്റ്റ് നിങ്ങൾക്ക് സംശയം പറയാം. പ്രൊക്യൂർ ആണ് അടുത്ത വേർഡ്, PROCURE. പ്രൊക്യൂർ എന്ന ആ വാക്കിന്റെ മീനിങ്, അതിന് മലയാളത്തില് നമ്മൾ മീനിങ് പറയുകയാണെങ്കിൽ ആർജിക്കുക എന്നർത്ഥമുണ്ട്. പ്രൊക്യൂർ നേടലല്ല സജിത്രാജ്, അത് വെർബാണ്, ക്രിയയാണ്. പ്രൊക്യൂർ എന്നുള്ളതിന്റെ നൗൺ ഫോം ആണ് നേടൽ അല്ലെങ്കിൽ ആർജിക്കൽ. അതിന്റെ നൗൺ ഫോം പ്രൊക്യൂർമെന്റ് എന്നാണ്. ഇവിടെ പ്രൊക്യൂർ എന്ന വെർബൽ ഫോം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിന്റെ മീനിങ് ആർജിക്കുക, സംഭരിക്കുക എന്ന അർത്ഥമുണ്ട് അതിന്. നേടുക. ഈ ഒബ്റ്റൈൻ എന്ന വാക്കിന് പർച്ചേസ് മീനിങ് ഇല്ല സജിത്രാജ്, അത് വാങ്ങലാണ്. പ്രൊക്യൂർ എന്ന് പറഞ്ഞ വാക്കിന്റെ ശരിയായ ഇംഗ്ലീഷ് ഡെഫിനിഷൻ ഇതാണ്, ഒബ്റ്റൈൻ ബൈ കെയർ ഓർ എഫേർട്ട്. നമ്മൾ അധ്വാനം കൊണ്ടോ ശ്രദ്ധ കൊണ്ടോ നേടുന്ന ആ നേട്ടത്തെയാണ്, അങ്ങനെ നേടുന്നതിനെയാണ് നമ്മൾ പ്രൊക്യൂർ എന്ന് പറയുന്നത്. ഒബ്റ്റൈൻ ബൈ കെയർ ഓർ എഫേർട്ട്. അപ്പൊ പ്രൊക്യൂർ എന്നതിന്റെ ഒന്നാമത്തെ സിനണിമാണ് ഒബ്റ്റൈൻ, OBTAIN. ഒബ്റ്റൈൻ. ഒബ്റ്റൈൻ നിങ്ങൾക്കറിയാവുന്നതാണ്, ലഭിക്കുക അല്ലെങ്കിൽ കിട്ടുക. സമ്പാദിക്കുക എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ലഭിക്കുക അല്ലെങ്കിൽ കിട്ടുക എന്ന അതിന്റെ നോർമൽ സെൻസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പ്രൊക്യൂർ എന്നുള്ളതിന്റെ മറ്റൊരു സിനണിമാണ് അക്വയർ, ACQUIRE. അക്വയർ എന്ന് പറഞ്ഞാൽ ആർജിച്ചെടുക്കുക,
നേടിയെടുക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ അക്വർ എന്ന വാക്കിനും ഇതുപോലെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ടു ഗെയിൻ സംതിങ് വിച്ച് ഈസ് മോർ ഓർ ലെസ് പെർമനന്റ്. അതായത് സ്ഥിരമായ എന്തിനെയോ നേടിയെടുക്കുക എന്നുള്ളതാണ്, സ്ഥിരമായ ഒരു കാര്യം നേടിയെടുക്കുക എന്നാണ് അക്വയർ എന്ന വാക്കിന്റെ മീനിങ്. നെക്സ്റ്റ്, അടുത്ത ആ ഒരു പ്രൊക്യൂറിന്റെ മറ്റൊരു സിനോണിമാണ് സെക്വർ, SECURE. കണ്ടോ? സെക്വർ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെയും അർത്ഥം ഉറപ്പായി ലഭിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അതായത് കൈവിട്ടു പോവാൻ സാധ്യതയില്ലാത്ത വണ്ണം നേടിയെടുക്കുക. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹി സെക്വേർഡ് എ ബാങ്ക് ജോബ്. അവൻ ഒരു ബാങ്ക് ജോലി സമ്പാദിച്ചു. അതായത് അത് ഒരിക്കലും പോവാൻ സാധ്യതയില്ലാത്ത ഒന്നായതുകൊണ്ടാണ് നമ്മൾ സെക്വേർഡ് എന്ന വേർഡ് അവിടെ ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഈ ഒബ്റ്റൈൻഡ് എന്ന് പറയാം, പക്ഷെ ലഭിച്ചു, അതെപ്പോ വേണമെങ്കിലും പോവാം. അപ്പൊ പ്രൊക്യൂറിന്റെ മറ്റൊരു സിനോണിമാണ് ഗെറ്റ്, GET, ഗെറ്റ്. അപ്പൊ ക്ലിയർ? പ്രൊക്യൂർ സിനോണിംസ് ആണ്, ഒന്ന് ഒബ്റ്റൈൻ, മറ്റൊന്ന് അക്വയർ, സെക്യൂർ, ഗെറ്റ്. Next, third word. Third one may be a new word to you. You may not have heard of this word. The word is this: proliferate. PROLIFERAT. Spelling ശ്രദ്ധിക്കുക. PROLIFERAT. Proliferate. പ്രൊലിഫറേറ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടിമുളയ്ക്കുക, അല്ലെങ്കിൽ ധാരാളം ഉൽപ്പാദിപ്പിക്കുക. ആ പൊട്ടിപ്പുറപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇൻക്രീസ് റാപ്പിഡ്ലി ഇൻ നമ്പർ, അതായത് എണ്ണത്തിൽ വളരെ വലിയ വർധനവുണ്ടാവുക. പ്രൊലിഫറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം ഉണ്ടാവുക, അല്ലെങ്കിൽ പൊട്ടിമുളയ്ക്കുക, ക്രമാതീതമായി വർദ്ധിക്കുക എന്നൊക്കെയാണ് പ്രൊലിഫറേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ സിനോണിം ഒന്ന് ജനറേറ്റ്, GENERAT. ജനറേറ്റ്. ജനറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡ്യൂസ്, ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ വർദ്ധിക്കുക എന്നൊക്കെ അർത്ഥത്തിലൊക്കെ അത് ഉപയോഗിക്കും. അപ്പോ പറയാം, നിങ്ങൾ സ്പീഡ് കൂടണ്ടേ പറയണം. അതായത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യണത് സ്പീഡ് കൂടണ്ടെങ്കിൽ പറയാം. അപ്പൊ ഒന്ന് പ്രൊലിഫറേറ്റ് എന്ന വാക്കിന്റെ സിനോണിമാണെന്ന് ജനറേറ്റ്, ഉൽപ്പാദിപ്പിക്കുക. മറ്റൊന്ന് മൾട്ടിപ്ലൈ, MULTIPLY, മൾട്ടിപ്ലൈ. മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പെറ്റുപെരുകുക, അല്ലെങ്കിൽ പെരുകുക എന്നാണ് അതിന്റെ അർത്ഥം. മാത്തമാറ്റിക്സില് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെരുക്കുക, ഗുണിക്കുക എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ പെരുകുക. മറ്റൊരു വേർഡാണ്, നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം അടുത്ത വാക്ക് ഈ അർത്ഥത്തിൽ ഉപയോഗിക്കോ എന്ന്. അതായത് പ്രൊലിഫറേറ്റ് എന്നതിന്റെ മറ്റൊരു സിനോണിം മഷ്റൂം, MUSHROOM. നോക്കാം. മഷ്റൂം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മഷ്റൂം, ഓക്കെ. അപ്പൊ മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന ഒരു സാധനമാണ് കുമിൾ അല്ലെങ്കിൽ കൂൺ, അല്ലെ? That is also a fungus with a stem and a pale umbrella shaped part.
അതായത് കുട പോലെ ആകൃതിയിലുള്ള ഒരു സ്റ്റെമ്മോട് കൂടിയ ആ വസ്തുവിനെയാണ് നമ്മൾ മഷ്റൂം എന്ന് പറയുന്നത്. അത് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് മഷ്റൂമിന് കൂൺ എന്ന അർത്ഥം ലഭിക്കുന്നത്. പക്ഷേ മഷ്റൂം വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മീനിങ് വളരെ വേഗം വർദ്ധിക്കുന്നു. സിദ്ധാർത്ഥ് അവിടെ ശബ്ദിക്കാണ്ടിരിക്കുക. അപ്പൊ മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? when it is used as a verb, അതൊരു വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇൻക്രീസ് റാപ്പിഡ്ലി ഇൻ നമ്പർ, അതിവേഗം വർദ്ധിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ടു ഡെവലപ്പ് വിത്ത് അലാമിംഗ് സ്പീഡ്. ജനറേറ്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രിയ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അല്ല, നിങ്ങൾ സംശയം ചോദിക്കേണ്ട, ആ ലാസ്റ്റ് ടൈമിൽ ചോദിക്കണമായിരിക്കും നല്ലത്. അതാണ് ഞാൻ പറയണത്. നിങ്ങൾ സ്പീഡ് കൂടണ്ടെങ്കിൽ പറയാം. മഷ്റൂം, MUSHROOM, മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം വളരെ വേഗം വർദ്ധിക്കുക. വർദ്ധിക്കുന്ന എന്നല്ല സുരഭി, വർദ്ധിക്കുക വെർബല്ലേ? പറയാം. മറ്റൊരു വേർഡ് പ്രൊപ്പഗേറ്റ്, PROPAGATE, പ്രൊപ്പഗേറ്റ്. പ്രൊപ്പഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൊപ്പഗേഷൻ, വ്യാപിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പരക്കുക എന്നൊക്കെയാണ് അതിന്റെ. അപ്പൊ പ്രൊലിഫറേറ്റ് എന്ന വാക്കിന്റെ സിനണിംസ് ആണ് ഏതെല്ലാമാണ്? ജനറേറ്റ്, മൾട്ടിപ്ലൈ, മഷ്റൂം, പ്രൊപ്പഗേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വേർഡ് ഇതാണ്. നിങ്ങൾക്ക് പരിചയം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. PLUSH, ഫ്ലഷ് എന്നാണ് അതിന്റെ ഉച്ചാരണം. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ മലയാളത്തില് ആർഭാടമായ അല്ലെങ്കിൽ ചിലവേറിയ, ലക്ഷൂറിയസ് ആൻഡ് എക്സ്പെൻസീവ് എന്നാണ് ഫ്ലഷ് എന്ന വാക്കിന്റെ അർത്ഥം. ആർഭാടമായ. അതിന്റെ സിനണിംസ് ഒന്ന് ലക്ഷൂറിയസ്. അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. LUXURIOUS. റിച്ച് എന്ന് പറയാൻ പറ്റില്ല. ലക്ഷൂറിയസ്, ആഡംബരം നിറഞ്ഞ അല്ലെങ്കിൽ സുഖസമ്പന്നമായ. ലക്ഷൂറിയസ് അതായത് ഫർണിഷ്ഡ് വിത്ത് ലക്ഷറീസ്. ലക്ഷൂറിയസ്. നെക്സ്റ്റ് അടുത്തൊരു വേർഡാണ് സംപ്ചസ്, SUMPTUOUS. ആ വാക്കിന്റെ ഉച്ചാരണം അതാണ്. വോയിസ് ക്ലിയർ ആവണില്ല. എന്താണാവോ? നെറ്റ്വർക്ക് പ്രോബ്ലം എന്തെങ്കിലും ആയിരിക്കാം. അപ്പോ ഫ്ലഷ് എന്ന വാക്കിന്റെ രണ്ടാമത്തെ സിനണിമാണ് സംപ്ചസ്. അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ച നിങ്ങള് SUMPTUOUS. എന്താ? SUMPTUOUS. കേട്ടാ? സംപ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡംബരം നിറഞ്ഞ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഭക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സമൃദ്ധമായ, സംപ്ചസ് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോർഡ് കാണുന്നില്ല. ബോർഡാ കാണണ്ടല്ലോ. ഇവിടെ ക്ലിയർ ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്തോ അതെന്തെങ്കിലും എന്താ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എന്തെങ്കിലും വല്ല നെറ്റ്വർക്ക് പ്രോബ്ലം വല്ലതാണോ എന്നറിയില്ല. ഓക്കെ, അപ്പൊ സംപ്ചസ്, SUMPTUOUS. സംപ്ചസ് എന്ന് പറഞ്ഞാൽ സമൃദ്ധമായ അല്ലെങ്കിൽ സുഭിക്ഷമായ, ആഡംബരം നിറഞ്ഞെന്നൊക്കെ പറയാം. വേറൊരു വേർഡാണ് ലാവിഷ്.
LAVISH. അത് നമുക്കറിയാവുന്നതാണ്. LAVISH. ലാവിഷ് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡാണ്. ധാരാളമുള്ള അല്ലെങ്കിൽ ധാരാളിയായ. മറ്റ് ഒരു വേർഡ് കൂടിയുണ്ട്. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകില്ല. അതിന്റെ സ്പെല്ലിംഗ് ഇതാണ്: PALATIAL. നോക്കാം, PALATIAL. അതിന്റെ ഉച്ചാരണം പാലഷൽ എന്നാണ്. പാലഷൽ, PALATIAL, പാലഷൽ. പാലഷൽ എന്ന് പറഞ്ഞാൽ കൊട്ടാര സദൃശമായ, ആഡംബരം നിറഞ്ഞ എന്നൊക്കെ അർത്ഥമാണ് അതിനുള്ളത്. രാജകീയമായ, റിസംബ്ലിംഗ് ലൈക്ക് ഓർ റിസംബ്ലിംഗ് എ പാലസ്, ലൈക്ക് എ പാലസ് എന്നാണ് ആ വാക്കിന്റെ മീനിങ്. പാലഷൽ, കൊട്ടാരം എന്നല്ല, കൊട്ടാര സദൃശമായ, കൊട്ടാരം പോലെ തോന്നുന്ന. ഓക്കെ, അഞ്ചാമത്തെ വേർഡ്, ലാസ്റ്റ് വൺ, നല്ലൊരു വേർഡാണ്. പെസ്റ്റർ, PESTER. എന്താണ്? PESTER. പെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ തുടർച്ചയായി ആവശ്യപ്പെട്ടുകൊണ്ട് ശല്യം ചെയ്യുക, അല്ലെങ്കിൽ അസഹ്യപ്പെടുത്തുക. പെസ്റ്റർ, പെസ്റ്ററിംഗ് ഡിമാൻഡ്. തുടർച്ചയായി ശല്യം ചെയ്തുകൊണ്ടുള്ള ആവശ്യപ്പെടലിനാണ് പെസ്റ്റർ എന്ന് പറയുന്നത്. ശല്യപ്പെടുത്തുക എന്നാണ് സുരഭി അതിന്റെ മീനിങ് യഥാർത്ഥത്തിൽ. പക്ഷെ അത് വ്യക്തമായിട്ട് നമ്മൾ പറയണമെങ്കിൽ ട്രബിൾ വിത്ത് പെർസിസ്റ്റന്റ് റിക്വസ്റ്റ്. ട്രബിൾ വിത്ത് പെർസിസ്റ്റന്റ് റിക്വസ്റ്റ്. തുടർച്ചയായിട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ട് ശല്യം ചെയ്യുന്നതിനെയാണ് എന്ത് പറയണത്? ഓടുപോയോ? റിജോ, ഈ ബോർഡ് ഇവിടെ നമ്മുടെ ഇവിടുന്ന് ബോർഡ് കാണുന്നില്ല. ഇവിടെ ബോർഡ് കാണുന്നില്ല. അപ്പൊ നോക്കാം, ഏതാണ് പെസ്റ്റർ എന്ന വേർഡല്ലേ? PESTER. പെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ആവശ്യപ്പെട്ട് തുടർച്ചയായി ഇങ്ങനെ ആവശ്യപ്പെട്ട് ശല്യം ചെയ്യുക. അതിനെയാണ് പെസ്റ്റർ എന്ന് പറയുന്നത്. വെർബൽ ഫോം ആണത്. പെസ്റ്ററിന്റെ ഒരു സിനണിമാണ്. ഒന്ന് ഡിസ്റ്റർബ്, DISTURB, ഡിസ്റ്റർബ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റർബ് എന്താണെന്നറിയാലോ? ശല്യം ചെയ്യുക അല്ലെ? അതിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയണമെന്നില്ല. പെസ്റ്ററിന്റെ മറ്റൊരു സിനണിമാണ് ഹൗണ്ട്, HOUND. HOUND. ഈ ഹൗണ്ട് എന്ന് പറഞ്ഞ വാക്കിന്റെ ശരിയായ മീനിങ് അത് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഹണ്ടിങ് ഡോഗ് എന്നാണ്. ഹണ്ടിങ് ഡോഗ്, അതായത് വേട്ടപ്പട്ടി എന്ന് നമ്മൾ പറയില്ലേ? ബോർഡ് കാണുന്നില്ല. അതെ, ബോർഡിന് എന്തോ ഒരു മിനിറ്റ് ഇപ്പൊ ശരിയാക്കാം. വേട്ടപ്പട്ടി. ഇപ്പൊ ഞാൻ പറയാം, അതിനുശേഷം ആ ബോർഡ് ഇപ്പൊ ക്ലിയർ ആക്കുന്നുണ്ട്. ഹൗണ്ട് എന്ന വാക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഹണ്ടിങ് ഡോഗ് അല്ലെങ്കിൽ വേട്ടപ്പട്ടി, വേട്ടയ്ക്കായി നമ്മൾ കൊണ്ടുപോകുന്ന പട്ടി. അത് ആലങ്കാരികമായിട്ട് പറയണമെങ്കിൽ ഡെസ്പിക്കബിൾ പേഴ്സൺ, നീചനായ മനുഷ്യൻ എന്നർത്ഥം കൂടി അതിനുണ്ട്. അത് അവര് വല്ലതും ചെയ്യുന്നതാണ്. എങ്ങനെ പോയാലും ശല്യമല്ലേ നമുക്ക്, മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റില്ലേ ബോർഡ്? അപ്പോ HOUND
ഹൗണ്ട് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വേട്ടപ്പട്ടി അല്ലെങ്കിൽ നീചൻ എന്ന ഒരു ഹൗണ്ടാണ് അയാൾ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു നീചനാണ് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ഹൗണ്ട് എന്ന വാക്ക് വെർബായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഉപദ്രവിക്കുക എന്ന അർത്ഥം അതിന് കിട്ടുന്നത്. അപ്പൊ ഇവിടെ പെസ്റ്റർ എന്ന വാക്കിന്റെ സിനോണിമായി നമുക്ക് ഉപയോഗിക്കാവുന്ന പദമാണ് ഹൗണ്ട്. മറ്റൊരു വേർഡാണ് അനോയ്, ANNOY. അനോയ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ശല്യപ്പെടുത്തുക അല്ലെങ്കിൽ കോട്ടം വരുത്തുക എന്നൊക്കെയാണ് ആ വാക്കിന്റെ മീനിങ്. എക്കോണ്ടോ എന്താണാവോ? അപ്പൊ ഡിസ്റ്റർബ്, ഹൗണ്ട്, അനോയ്. ഒരു വേർഡ് കൂടി ഉണ്ട്, പെർസിക്യൂട്ട്. PERSECUTE. പെർസിക്യൂട്ട് എന്ന് പറഞ്ഞാൽ മാനസികമായി പീഡിപ്പിക്കുക, ടോർച്ചർ മെന്റലി, അല്ലെങ്കിൽ മനോവ്യത ഉണ്ടാക്കുക. അതിനെയാണ് പെർസിക്യൂട്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പെർസിക്യൂട്ടർ എന്ന് നമ്മൾ പറയാറുണ്ട്, വൺ ഹു പെർസിക്യൂട്ട്സ്, കൊല്ലുന്നവൻ അല്ലെങ്കിൽ മാനസികവത ഉണ്ടാക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ മീനിങ്. അതിന്റെ ഫെമിനിൻ ജെൻഡർ പെർസിക്യൂട്രിക്സ് എന്നാണ്, PERSECUTRIX. അത് ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ടൊന്ന് പറഞ്ഞതാണ്. ഈ പെർസിക്യൂഷൻ എന്ന വാക്ക് അതിൽ നിന്ന് മറ്റു പല വാക്കുകളും ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇപ്പൊ പെർസിക്യൂഷൻ മാനിയ അല്ലെങ്കിൽ പെർസിക്യൂഷൻ കോംപ്ലക്സ് എന്ന ഒരു വികാരം, അതൊരു മനോരോഗമാണത്. പെർസിക്യൂഷൻ മാനിയ അല്ലെങ്കിൽ പെർസിക്യൂഷൻ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, ഇപ്പോ തനിക്കെതിരായി മറ്റുള്ളവരെല്ലാം ഗൂഢാലോചന നടത്തുകയാണെന്നുള്ള രൂക്ഷമായ ആ ഭയത്തെയാണ് പെർസിക്യൂഷൻ മാനിയ അല്ലെങ്കിൽ പെർസിക്യൂഷൻ കോംപ്ലക്സ്. അതൊരു മനോരോഗമാണ്. ഞാൻ പെർസിക്യൂട്ട് എന്ന വാക്ക് പറഞ്ഞപ്പോ അതിന്റെ കൂടെ എന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ നോക്കാം, പെസ്റ്റർ എന്ന വാക്കിന്റെ സിനോണിംസ് ആണ് ഡിസ്റ്റർബ്, ഹൗണ്ട്, മറ്റൊന്ന് അനോയ്, പെർസിക്യൂട്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞ ആ സിനോണിംസിന്റെ തന്നെ ആ ഓരോ വാക്കുകളുടെയും ആന്റണിംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ ആന്റണിംസ് കൂടി ആ വാക്കുകളുടെ തന്നെ ആന്റണിംസ് തരാം. അപ്പൊ പഠനം കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കുറെ കൂടുതൽ നമുക്ക് ഗ്രഹിക്കാനും കഴിയും. അതിൽ ആദ്യത്തെ വാക്ക് പ്രാറ്റൽ അല്ലേ? പ്രാറ്റൽ എന്ന വാക്കിന്റെ മീനിങ് നിങ്ങൾക്കറിയാം, ശിലയ്ക്കുക അല്ലെങ്കിൽ ജൽപ്പിക്കുക, വൃഥാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ വാക്കിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റണിം ഒന്ന് മഫിൾ, MUFFLE. ഉണ്ടോ? മഫിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശബ്ദനാക്കുക എന്നാണ് ഇവിടെ അതിന്റെ അർത്ഥം. അതിന് പല മീനിങ് ഉണ്ട്. മഫിൾ എന്ന് പറഞ്ഞാൽ പൊതിയുക എന്നർത്ഥമുണ്ട്. പക്ഷെ പ്രാറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നിശബ്ദനാക്കുക അല്ലെങ്കിൽ വായി മൂടിക്കെട്ടുക. പ്രാറ്റൽ എന്ന് പറഞ്ഞാൽ ചിലക്കൽ, മഫിൾ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കൽ, നിശബ്ദനായിരിക്കൽ. അപ്പൊ പ്രാറ്റൽ, അതിന്റെ ഓപ്പോസിറ്റ് മഫിൾ. മറ്റൊന്ന് നിങ്ങൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ളതും നമ്മളിവിടെ സ്ഥിരം പറയുന്നതുമായിട്ടുള്ള ഒരു വേർഡാണ് മ്യൂട്ട്, MUTE. ഉണ്ടോ? മ്യൂട്ട് എന്ന് പറഞ്ഞാൽ അത് ക്രിയയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഒച്ചയില്ലാതാക്കുക, ഡെഡൻ സൗണ്ട്. നോക്കാം,
മ്യൂട്ട് ക്രിയ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഒച്ചയില്ലാതാക്കുക, ശബ്ദം ഇല്ലാതാക്കുക. നോക്കാം, ആ വേർഡ് അജക്റ്റീവായിട്ട് ഉപയോഗിച്ചാൽ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. മൗനനായ അല്ലെങ്കിൽ മൗനമായ, മിണ്ടാത്ത. അജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ എ മ്യൂട്ട് ഫെല്ലോ എന്ന് പറഞ്ഞാൽ മിണ്ടാത്ത വ്യക്തി. അത് നൗണായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഊമ അല്ലെങ്കിൽ മൗനി, മൂകൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നോക്കാം, മ്യൂട്ട് എന്ന് പറഞ്ഞ വേർഡ് തന്നെ ഇവിടെ വെർബായിട്ട് ഉപയോഗിച്ചു. പ്രാറ്റൽ എന്നുള്ളത് വെർബാണ്. അപ്പൊ മ്യൂട്ട് ഇവിടെ വെർബായിട്ടാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. മ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒച്ചയില്ലാതാക്കുക, നിശബ്ദനാക്കുക അല്ലെങ്കിൽ നിശബ്ദമാക്കുക. അടുത്ത മറ്റൊരു വേർഡാണ് പ്രാറ്റൽ എന്നതിന്റെ മറ്റൊരു സിനണിം. ആ വാക്ക് നല്ലൊരു വേർഡാണ്, SQUELCH. സ്ക്വൽച്ച് എന്നാണ് ഉച്ചാരണം. SQUELCH. സ്ക്വൽച്ച്. സ്ക്വൽച്ച് എന്നും ഉച്ചാരണം കണ്ടിട്ടുണ്ട്. സ്ക്വൽച്ച് എന്ന നിങ്ങൾ ഉച്ചരിച്ച് ശീലിച്ചാൽ മതി. സ്ക്വൽച്ച്. സ്ക്വൽച്ച് എന്ന് പറഞ്ഞാൽ നിശബ്ദനാക്കുക, അല്ലെ വായി മൂടിക്കെട്ടുക. മറ്റൊന്ന് സൈലൻസ്. എന്താ? SILENC. സൈലൻസ്. ഇപ്പൊ പ്രാറ്റലിന്റെ ഓപ്പോസിറ്റ്സ് ഏതൊക്കെയാണ്? മഫിൾ, മ്യൂട്ട്, സ്ക്വൽച്ച്, സൈലൻസ്. പിന്നെ കോടതി വ്യവഹാരവുമായി ബന്ധപ്പെടുത്ത് ഇപ്പൊ നമ്മൾ മ്യൂട്ട് എന്ന വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനർത്ഥം വേറൊരു മീനിങ് ആണ് അതിന് കിട്ടുന്നത്. കോടതി വ്യവഹാരത്തിൽ മ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഫ്യൂസിങ് ടു പ്ലീഡ്, അതായത് കോടതിയിൽ തർക്കിക്കാൻ തയ്യാറല്ലാത്തയാളെയാണ് മ്യൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അർത്ഥം കൂടി അതിനുണ്ട്, അത് മനസ്സിലാക്കി വെക്കാന്നുണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ വേർഡ് പ്രൊക്യൂർ അല്ലെ നമ്മൾ തന്നത്. രണ്ടാമത്തെ പ്രൊക്യൂർ, ആർജിക്കുക അല്ലെങ്കിൽ സമ്പാദിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഒന്ന് സറണ്ടർ. എന്താ? SURRENDER. സറണ്ടർ. സറണ്ടർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. കീഴടങ്ങുക അല്ലെങ്കിൽ ഒഴിഞ്ഞു കൊടുക്കുക, അടിയറവ് പറയുക, കീഴടങ്ങുക. മറ്റൊരു വേർഡ് ഫർഫീറ്റ്. എന്താ? FORFEIT. ഫർഫീറ്റ്. ഫർഫീറ്റ് എന്ന് പറഞ്ഞാൽ ടു ലോസ് ദ റൈറ്റ് ബൈ വേ ഓഫ് പെനാൽറ്റി. അവകാശം നഷ്ടപ്പെടുക, കണ്ടുകെട്ടുക എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. ഫർഫീറ്റ്. ടിജിൻ വർഗീസ്. പ്രൊക്യൂർ എന്നുള്ള അതിന്റെ മറ്റൊരു സിനണിമാണ് റിജക്ട്. REJECT. റിജക്ട്. റിജക്ട് എന്താണെന്ന് നമുക്കറിയാം, തള്ളിക്കളയുക. അപ്പൊ പ്രത്യേകം ഞാൻ പറയണമെന്നില്ല. നെക്സ്റ്റ് ഒരു വേർഡും കൂടി ഉണ്ട്, പെനാൽറ്റി എന്ന് പറഞ്ഞ ശിക്ഷയാണ്. ഇപ്പൊ ഫോർഫീറ്റിന്റെ മീനിങ് ഞാൻ പറഞ്ഞപ്പോഴാണ് പെനാൽറ്റി എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചത്. ലോസ് ദ റൈറ്റ് ബൈ വേ ഓഫ് പെനാൽറ്റി. എന്തെങ്കിലും ശിക്ഷ നൽകിക്കൊണ്ട് ഒരു വസ്തുവിലുള്ള അവകാശം ഇല്ലാതാക്കുന്നതിനെയാണ് ഫോർഫീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് ഒരു വേർഡ് കൂടി ഉണ്ട്, ഡിസ്വേഡ്. DISSUAD. എന്താ? DISSUAD. ഡിസ്വേഡ്. DISSUAD. ഡിസ്വേഡ് എന്ന് പറഞ്ഞാൽ പിന്തിരിപ്പിക്കുക,
പെഴ്സ്വേഡ് എന്ന് പറഞ്ഞ വേർഡ് കേട്ടിട്ടില്ലേ? PURSUAD, പെഴ്സ്വേഡ്, പ്രേരിപ്പിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്വേഡ്. അപ്പൊ പ്രൊക്യർ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടും ഡിസ്വേഡ് എന്ന പദം ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രൊലിഫറേറ്റ്. ഇപ്പൊ പ്രൊലിഫറേറ്റ് എന്ന വാക്കിന്റെ മീനിങ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പെരുകുക അല്ലെങ്കിൽ വർദ്ധിക്കുക. അതിന്റെ ഓപ്പോസിറ്റായി സാധാരണ ഉപയോഗിക്കുന്നത് ഡിക്രീസ്, DECREASE, ഡിക്രീസ്. സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ എഴുതി കാണിക്കേണ്ടതില്ല. ഡിക്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? കുറയുക അല്ലെങ്കിൽ ക്ഷയിക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട്. ഗ്രോ ലെസ് ഇൻ ക്വാണ്ടിറ്റി, ക്വാണ്ടിറ്റി സ്ട്രെങ്ത് ഓർ പവർ. ശക്തിയോ അധികാരമോ അളവോ കുറയുന്നതിനെയാണ് ഡിക്രീസ് എന്ന് പറയുന്നത്. ഡിക്രീസ്. അപ്പൊ പ്രൊലിഫറേറ്റ് എന്നുള്ളതിന്റെ മറ്റൊരു സിനോണിം ഡിൻഡൽ, DWINTLE. DWINTLE, ഡിൻഡൽ. ഡിൻഡൽ എന്ന് പറഞ്ഞാൽ ഗ്രോ ലെസ് ഗ്രാജുവലി, കുറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഡിൻഡൽ. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ ക്ഷയിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. കുറയലും ക്ഷയിക്കലും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. മറ്റൊന്ന് ലെസൺ, LESSEN, ലെസൺ. ഹിസ് പെയിൻ ലെസൺഡ് എന്ന് പറഞ്ഞാൽ അവന്റെ വേദന കുറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ലെസൺ, LESSEN ആണ് കേട്ടോ. ലെസൺ, LESSEN, ലെസൺ. അതുപോലെ ഷ്രിങ്ക്, മറ്റൊരു വേർഡ് കൂടെ ഉണ്ട്, SHRINK, ഷ്രിങ്ക്. ഷ്രിങ്ക് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്ന് കേട്ടിട്ടില്ലേ? വസ്ത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ചുരുങ്ങുക അല്ലെങ്കിൽ ചുളുങ്ങുക എന്നൊക്കെയാണ് അതിന് പറയണത്. പക്ഷെ നമ്മുടെ സ്വഭാവത്തെ കുറിച്ചോ വികാരത്തെ കുറിച്ചോ പറയുകയാണെങ്കിൽ നമുക്ക് ഞെട്ടലോടെ പിൻവലിയുക എന്നാണ് ഷ്രിങ്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. ഞെട്ടലോടെ പിൻവലിയുക അല്ലെങ്കിൽ വെറുപ്പ് കാണിക്കുക. മിനിമൈസ് എന്ന് പറഞ്ഞാൽ ലഘൂകരിക്കലാണ് ഷിജിൻ വർഗീസ്. അത് ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ ഉചിതമാണെന്ന് തോന്നല്ല. ഫോർത്ത് വൺ, നാലാമത്തത് ഫ്ലഷ്, PLUSH. ഫ്ലഷ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് നമ്മൾ പറഞ്ഞതാണ്, ആർഭാടമായ അല്ലെങ്കിൽ ചിലവേറിയ, അല്ലെ? ഫ്ലഷ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഒന്ന് പ്ലെയിൻ, PLAIN. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ലളിതമായ. എന്താ? ഫ്ലഷിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ പറയണത്. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ആർഭാടമായ, പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ലളിതമായ. മറ്റൊരു പദം ഓസ്റ്റെയർ, AUSTERE, AUSTERE, ഓസ്റ്റെയർ. ഓസ്റ്റെയർ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ലക്ഷറി, ലളിത ജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ വിനീതമായ, താഴ്മയുള്ള എന്നൊക്കെ അതിനർത്ഥം പറയാം. സിമ്പിൾ. സിമ്പിൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പദമാണ്. അത് നമ്മുടെ ഓപ്പോസിറ്റ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ചോദിക്കാറില്ല, അത്രയും ലളിതമായ പദങ്ങൾ. പിന്നെ ചീപ്പ് എന്ന് ഉപയോഗിക്കാം നമുക്ക്, CHEAP, ചീപ്പ്. ഡെലിക്കേറ്റ്, ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ലോലമായ, ഈസിലി ബ്രോക്കൺ, ഡെലിക്കേറ്റ്. ഓക്കെ, ഫിഫ്ത് വൺ കൂടി പറയാം, പെസ്റ്റർ, PESTER. പെസ്റ്റർ എന്ന വാക്കിന്റെ മീനിങ് എന്താണ്? ഉപദ്രവിക്കുക അല്ലെങ്കിൽ അസഹ്യപ്പെടുത്തുക. അതിന്റെ ആന്റണിം ഒന്ന്, നല്ല ഒരു പദമാണത്, പ്ലക്കേറ്റ്, PLACAT.
എന്താ PLACATE, പ്ലക്കേറ്റ്. പ്ലക്കേറ്റ് എന്ന് പറഞ്ഞാൽ സമാധാനപ്പെടുത്തുക അല്ലെങ്കിൽ ശാന്തമാക്കുക. എന്താണ് പ്ലക്കേറ്റ്? സമാധാനപ്പെടുത്തുക അല്ലെങ്കിൽ ശമിപ്പിക്കുക എന്ന് കൂടി അതിനർത്ഥമുണ്ട്. പാസിഫൈ. മറ്റൊന്ന് നെക്സ്റ്റ് വേർഡ് നോക്കാം. മോളിഫൈ. കാം എന്ന് പറഞ്ഞാൽ ഷിജൻ വർഗീസ് അഡ്ജക്റ്റീവ് ആണ്. ഫസ്റ്റർ വെർബാണ്. അതുകൊണ്ട് അതിന്റെ ആന്റണിംസ് പഠിക്കുമ്പോഴും നമ്മൾ വെർബൽ ഫോം പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അടുത്തൊരു വേർഡ് പ്ലക്കേറ്റ് കഴിഞ്ഞാൽ അടുത്തത് മോളിഫൈ. MOLLIFY. നല്ല പദമാണ്. നിങ്ങളുടെ വൊക്കാബുലറിയിലേക്ക് പറഞ്ഞ ഒരു പുതിയ പദം കൂടിയായിരിക്കും മോളിഫൈ. സമാധാനിപ്പിക്കുക. മേക്ക് ലെസ് ആംഗ്രി. ശാന്തമാക്കുക എന്നും അർത്ഥം ഉണ്ടായിരുന്നു. പാസിഫൈ തന്നെ. അപ്പൊ മറ്റൊന്ന് അടുത്തൊരു വേർഡാണ് സൂത്ത്. സിദ്ധാർത്ഥ്. നെക്സ്റ്റ് അടുത്ത വേർഡാണ്, അതായത് പെസ്റ്റർ എന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അടുത്ത വേർഡ് സൂത്ത്. SOOTHE. ഉണ്ടാ? ഈ സൂത്തിന്റെ അർത്ഥം മേക്ക് ക്വയറ്റ് ആൻഡ് കാം. ശാന്തമാക്കുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. SOOTHE എന്ന ഈ വാക്കിന്റെ അർത്ഥം. എന്നാൽ SOOTH എന്നൊരു വേർഡ് ഉണ്ട് ഇംഗ്ലീഷില്. SOOTH. അവിടെ ഒരു ഇ ഇല്ല. അതിന്റെ ഉച്ചാരണവും സൂത്തും തന്നെയാണ്. അത് ആർക്കൈക്ക് ആയിട്ടുള്ള ഒരു ഉപയോഗമാണ്. ഇപ്പൊ സാധാരണ ഉപയോഗത്തിലില്ല. ആരും സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. ഈ രണ്ടാമത്തെ സൂത്തിന്റെ അർത്ഥം വാസ്തവം, സത്യം, നേരെന്നൊക്കെ നമ്മൾ പറയില്ലേ? നമ്മൾ പറയാറുണ്ട് സൂത്ത് സേയർ. സൂത്ത് സേയർ എന്ന് പറഞ്ഞാൽ ഭാവി പറയുന്നവർ. അപ്പൊ ഇങ്ങനെ രണ്ട് സൂത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാം. SOOTHE സൂത്ത് എന്ന് പറഞ്ഞാൽ സാന്ത്വനിപ്പിക്കുക, ശാന്തമാക്കുക. SOOTH സൂത്ത് എന്ന് പറഞ്ഞാൽ വാസ്തവം അഥവാ സത്യം. പെസ്റ്ററിന്റെ മറ്റൊരു ലാസ്റ്റ് ആന്റണിം ഇതാണ് അപ്പീസ്. APPEASE. അപ്പീസ്. സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ് അവിടെ ഒന്ന് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് പ്ലീസ് മ്യൂട്ട് ചെയ്യണത് നന്നായിരിക്കും. അപ്പൊ നോക്കാം. പെസ്റ്റർ എന്ന വാക്കിന്റെ ആന്റണിംസ് ആണ് ഇവിടെ പറഞ്ഞത്. പ്ലക്കേറ്റ്, മോളിഫൈ, സൂത്ത്, അപ്പീസ്. ഞാൻ ഇത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തേക്കാം. ഒന്നാമത്തത് പ്രാറ്റൽ. അതിന്റെ ആന്റണിം മഫിൾ, മ്യൂട്ട്, സ്ക്വെൽസ്, സൈലൻസ്. നെക്സ്റ്റ് പ്രൊക്യൂർ എന്ന വാക്കിന്റെ ആന്റണിംസ് സറണ്ടർ, ഫോർഫീറ്റ്, റിജക്ട്, ഡിസ്വൈഡ്. തേർഡ് വൺ പ്രൊലിഫറേറ്റ്. അതിന്റെ ആന്റണിംസ് ഡിക്രീസ്, dwindle, lessen, shrink. 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 shrink എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക അല്ലെങ്കിൽ ചുളിയുക. അതിന്റെ പാസ്റ്റ് ടെൻസ് shrank എന്നാണ്. SHRINK. shrink, shrank, shrunk. SHRUNK. എന്റെ മൂന്ന് എഴുതിയ. നെക്സ്റ്റ്
PLUSH പ്ലഷ്. PLUSH അതിന്റെ ഓപ്പോസിറ്റ്സ് ആണ് പ്ലെയിൻ, ഓസ്റ്റെയർ, ചീപ്പ്, ഡെലിക്കേറ്റ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഫിഫ്ത് വൺ, പെസ്റ്റർ. പെസ്റ്റർ എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ്സ് ആണ് പ്ലക്കേറ്റ്, മോളിഫൈ, സൂത്ത്, അപ്പീസ്. ഓക്കെ, ഇനിയിപ്പോ നമ്മള് അടുത്തതായിട്ട് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് സർട്ടൺ യൂസേജസുമായി ബന്ധപ്പെട്ട ആ യൂസേജിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങളാണ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരണം. അതിലൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വുഡ് യു മൈൻഡ്, ഉണ്ടോ ചോദ്യം ഇവിടെ എഴുതാം. വുഡ് യു മൈൻഡ് ഡാഷ് എ ലെറ്റർ. വുഡ് യു മൈൻഡ് ഡാഷ് എ ലെറ്റർ. അവിടെ ഡാഷ് എന്ന ഭാഗത്ത് നിങ്ങൾ ഈ ഓപ്ഷനിൽ ഈ 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിലേത് ഉപയോഗിക്കും? വുഡ് യു മൈൻഡ് റൈറ്റ് എന്ന് ഉപയോഗിക്കൂ, റൈറ്റ്സ്, റൈറ്റിംഗ്, റോട്ട്. എന്തുപയോഗിക്കും? വുഡ് യു മൈൻഡ് റൈറ്റിംഗ്. കാരണം നോക്കാം, വുഡ് യു എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് വിനയപൂർവമുള്ള ഒരു അപേക്ഷ, അതായത് പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വുഡ് യു എന്ന് ഉപയോഗിക്കുന്നത്, അല്ലെ? വുഡ് യു പ്ലീസ് എന്ന പ്രയോഗം തെറ്റാണ്. ഇപ്പൊ വുഡ് യു പ്ലീസ് ഗിവ് മീ 100 rupees എന്ന പ്രയോഗം ഇംഗ്ലീഷിൽ തെറ്റാണ്. വുഡ് യു ലെൻഡ് മീ 100 rupees എന്ന് പറയാനാണ് ഏറ്റവും താഴ്മയായിട്ടുള്ള അപേക്ഷ. പിന്നെ വുഡ് യു മൈൻഡ് എന്ന അർത്ഥത്തിൽ വുഡ് യു മൈൻഡ് എന്ന ഒരു പ്രയോഗവും നമുക്ക് വളരെ താഴ്മയായിട്ട് ഉള്ള ഒരു അപേക്ഷ ഉണ്ടാക്കാനായിട്ട് വുഡ് യു മൈൻഡ് എന്ന് ഉപയോഗിക്കാം. പക്ഷെ അതിനുശേഷം ഉപയോഗിക്കുന്ന വെർബ് ING ഫോം ആയിരിക്കണം, വെർബ് പ്ലസ് ING. അതുപോലെ ING ഫോം ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് വിത്ത് എ വ്യൂ ടു. വിത്ത് എ വ്യൂ ടു എന്ന് കഴിഞ്ഞാലും നിങ്ങൾ ING ഫോമേ ഉപയോഗിക്കാവൂ. അപ്പൊ ഇവിടെ വുഡ് യു മൈൻഡ് റൈറ്റ്, വുഡ് യു മൈൻഡ് റൈറ്റിംഗ് എ ലെറ്റർ. ആ വുഡിന്റെ ഉപയോഗം പറഞ്ഞപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വുഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രയോഗങ്ങൾ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ, ഇൻട്രസ്റ്റ്, നമ്മുടെ താല്പര്യം എന്നിവ പ്രകടിപ്പിക്കാൻ വുഡ് ലൈക്ക് എന്നൊരു പ്രയോഗം ഉപയോഗിക്കും. ഇപ്പൊ ഐ വുഡ് ലൈക്ക് ടു സീ യു അഗെയിൻ. എന്തോ നമ്മുടെ എന്റെ ഒരു ഇൻട്രസ്റ്റ് ഞാൻ പറയണം. ഇപ്പൊ ഐ വുഡ് ലൈക്ക് ടു സീ സജിത് രാജ്. ഐ വുഡ് ലൈക്ക് ടു സീ സജിത് രാജ്. സജിത് രാജിനെ എനിക്ക് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എന്താ അതുമായി ബന്ധപ്പെട്ട മറ്റ് വുഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റൊന്നാണ് വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ പ്ലീസ്. എന്താ അപ്പൊ വുഡ് ലൈക്ക് എന്ന് നമ്മൾ ഉപയോഗിക്കണ എന്തിനാ? വുഡ് ലൈക്ക് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ്, താല്പര്യത്തെ കാണിക്കാനാണ്. അതുപോലെ വുഡ് റാദർ എന്നൊരു പ്രയോഗം ഉണ്ട് ഇംഗ്ലീഷിൽ. വുഡ് റാദർ, വുഡ് റാദർ എന്ന് ഉപയോഗിക്കുന്നത് പ്രിഫറൻസിനെ കാണിക്കാനാണ്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് വാട്ട് വൺ വാണ്ട്സ് ഓർ പ്രിഫേഴ്സ് ടു ഡു. നമ്മൾ എന്തെങ്കിലും കാര്യം കൂടുതൽ ഇഷ്ടത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ പ്രിഫറൻസിനെ കാണിക്കാനാണ് വുഡ് റാദർ എന്ന് ഉപയോഗിക്കുന്നത്. അതിന്റെ ഉപയോഗത്തിലും ഒരു പ്രത്യേകത ഉണ്ട്. അത് നിങ്ങളൊന്നും ഞാനിപ്പോ പറയാം. ഞാനൊരു വാക്യം പറയണം. വുഡ് യു പ്ലീസ് ഉപയോഗിക്കേണ്ട സിദ്ധാർത്ഥ്, വുഡ് യു
open the door? Or would you mind opening the door? Would you mind giving me a glass of water? നോക്കാം, അടുത്താണ് വുഡ് റാദർ എന്നൊരു പറഞ്ഞൊരു പ്രയോഗമുണ്ട്. വുഡ് റാദർ. വുഡ് റാദർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇപ്പൊ രണ്ട് കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്ന കാര്യം ഏതാണോ അതിനെ കുറിച്ച് പറയാനാണ്, പ്രിഫറൻസിനെ കുറിച്ച് പറയാനാണ്, മുൻഗണനയെ കുറിച്ച് പറയാനാണ് വുഡ് റാദർ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ പറയാം, ഐ വുഡ് റാദർ. വുഡ് റാദർ കഴിഞ്ഞാൽ വെർബിന്റെ ആദ്യത്തെ ഫോം ഉപയോഗിക്കാവൂ. ഐ വുഡ് റാദർ സ്റ്റഡി ഇംഗ്ലീഷ് ദാൻ തമിഴ്. എന്റെ അർത്ഥം എന്തായിരിക്കും ഇവിടെ? എനിക്ക് തമിഴ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം. ഞാൻ ഇതിൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്തിനാണ്? വുഡ് റാദർ സ്റ്റഡി. വുഡ് റാദർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഐ വുഡ് റാദർ സ്റ്റഡി ഇംഗ്ലീഷ് ദാൻ തമിഴ്. തമിഴിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാധാന്യം നൽകുന്നത് ഇംഗ്ലീഷ് പഠിക്കാനാണ്. എന്താ? I would rather study English than Tamil. എന്താ? I would rather sit here than go there. എന്തായിരിക്കും അതിന്റെ അർത്ഥം? I would rather, ഇനി പറയാ, I would rather sit here than go there. അവിടെ പോകുന്നതിനേക്കാൾ ഞാൻ പ്രിഫറൻസ് നൽകുന്നത് ഇവിടെ ഇരിക്കാനാണ്. He would rather drink tea than coffee. അതെ സ്മിത, ശരിയാണത്. ഇപ്പൊ വുഡ് റാദർ എന്ന് ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്രിഫറൻസിനെ കാണിക്കാനാണ്. ഇപ്പൊ വുഡ് റാദർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സബ്ജക്ട് പ്ലസ് വുഡ് റാദർ പ്ലസ് V1. V1 എന്ന് പറഞ്ഞാൽ ബേസ് ഫോം ഓർ റൂട്ട് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒരു ഓബ്ജക്റ്റ്. അതിനുശേഷം ദാൻ എന്ന, അതിനേക്കാളും എന്ന അർത്ഥം കിട്ടുന്ന ആ ദാൻ ഉപയോഗിക്കണം. അതെ, പിനൂനി സേസ് ദാറ്റ്. അപ്പോ ഐ വുഡ് റാദർ ഡ്രിങ്ക് ടീ ദാൻ കോഫി അല്ലേ? ശരി. അപ്പൊ വുഡ് റാദർ ഉപയോഗിക്കുന്ന സെന്റൻസിന്റെ ആ സ്ട്രക്ചറാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ദാൻ എന്നുണ്ടായിരിക്കും. ഓബ്ജക്ട് പ്ലസ് ദാൻ പ്ലസ് സെക്കൻഡ് ഒരു ഓബ്ജക്റ്റ് കൂടി വേണം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏത് സെന്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിഫറൻസിനെ കാണിക്കാൻ, നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളിൽ കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് വുഡ് റാദറിന് ശേഷം ഉടനെ എഴുതിക്കൊള്ളണം. രണ്ടാമത് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന കാര്യം എന്താണോ അത് ദാൻ എന്നുള്ളതിന് ശേഷം എഴുതിക്കൊള്ളണം. എനിക്ക് UAE പോകുന്നതിനേക്കാൾ ഞാൻ പ്രിഫറൻസ് നൽകുന്നത് ഓസ്ട്രേലിയയിലേക്ക് പോകാനാണ്. ഇനുവിനി പറയാമോ? എനിക്ക് UAE പോകുന്നതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ പോവാനാണ്. എങ്ങനെ പറയും? ഐ വുഡ് റാദർ ഗോ ടു ഓസ്ട്രേലിയ. കൂടുതൽ പ്രാധാന്യം ഏതിനാണ്? ഓസ്ട്രേലിയയിൽ പോകാനാണ് അല്ലെ? I would rather go to Australia than to UAE. നിങ്ങൾ അത് ഉപയോഗിച്ച് നിങ്ങൾ വാക്യങ്ങൾ ഉണ്ടാക്കി നോക്കാം. പിന്നെ വുഡ് റാദറിന്റെ ആ സ്ട്രക്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? അത് മനസ്സിലായല്ലോ. നോക്കാം, ഒരു വുഡ് റാദർ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. വുഡ് റാദറിന് ശേഷം ഒരു ഓബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓബ്ജക്റ്റിന് ശേഷം നമ്മൾ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്.
ഈ സാഹചര്യത്തിൽ അത് V2 ഉപയോഗിച്ചാൽ അതൊരു സജഷനെ ആയിരിക്കും കാണിക്കുന്നത്, ഒരു നിർദ്ദേശത്തെ ആയിരിക്കും കാണിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഐ വുഡ് റാദർ യു, ഐ വുഡ് റാദർ കഴിഞ്ഞിട്ട് യു എന്ന ഒരു ഓബ്ജക്റ്റ് അവിടെ വന്നു. ഐ വുഡ് റാദർ യു സ്റ്റഡീഡ്, പിന്നെ V2 ആണ് ഉപയോഗിച്ചത്. ഐ വുഡ് റാദർ യു സ്റ്റഡീഡ് മാത്സ് ദാൻ സയൻസ്. ഈ വാക്യത്തിന്റെ അർത്ഥം എന്തായിരിക്കും? ഇതൊരു നിർദ്ദേശമാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു നിർദ്ദേശം. ആദ്യത്തെ വാക്യം ആരുടെയും നിർദ്ദേശമല്ല, അത് നിങ്ങളുടെ മാത്രം പ്രിഫറൻസ് ആണ്. രണ്ടാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു നിർദ്ദേശ രൂപത്തിൽ എന്റെ പ്രിഫറൻസ് നിങ്ങളോട് പറയണം. ഐ വുഡ് റാദർ യു സ്റ്റഡീഡ് മാത്സ് ദാൻ സയൻസ്. നിങ്ങൾ സയൻസ് പഠിക്കുന്നതിനേക്കാൾ മാത്സ് പഠിക്കുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഉണ്ടോ? അപ്പൊ വുഡ് റാദറിന് ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. വുഡ് റാദർ പ്ലസ് ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതെ, ഐ വുഡ് റാദർ യു ഡിഡ്ന്റ് ടെൽ ദം. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് പറയാം. നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. യു ഡാഷ് ആസ്ക് പെർമിഷൻ. കണ്ടോ? യു ഡാഷ് ആസ്ക് പെർമിഷൻ. ഇവിടെ നിങ്ങൾ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഏത് ചേർക്കും? യു വിൽ ബെറ്റർ ആസ്ക്, മറ്റൊന്ന് യു വുഡ് ബെറ്റർ ആസ്ക്, ഓപ്ഷൻ സി യു ഹാഡ് ബെറ്റർ ആസ്ക്, അടുത്തത് യു ഹാവ് ബെറ്റർ ആസ്ക്. സജിത് രാജ്, യു ആർ റെഡി? യു ഹാഡ് ബെറ്റർ ആസ്ക് പെർമിഷൻ. അപ്പൊ ഹാഡ് ബെറ്റർ എന്ന ഈ പ്രയോഗവും വുഡ് റാദർ പോലെ തന്നെ ഹാഡ് ബെറ്ററിന് ശേഷം നമ്മൾ എന്താ ഉപയോഗിക്കാവൂ? ബേസ് ഫോം അല്ലെങ്കിൽ വെർബിന്റെ ആദ്യത്തെ ഫോമേ ഉപയോഗിക്കാവൂ. ഓക്കെ, അപ്പോ ഹാഡ് ബെറ്റർ നമുക്ക് വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സർ, കഴിഞ്ഞ ക്ലാസ്സിൽ നോട്ട് തന്നതിലുള്ള ഒരു ഡൗട്ടാണ്. ഈ പൊട്ടാറ്റോസ് ആൻഡ് ഓണിയൻസ് ഡാഷ് ഫ്രം സ്പോട്ടിംഗ് ബൈ എ ന്യൂ ടെക്നോളജി യൂസിങ് റേഡിയേഷൻ എന്നാണ്. അപ്പൊ അതിന്റെ ആൻസർ ആർ പ്രിവെന്റഡ് എന്നാണ്. അപ്പൊ അതെന്താ മീനിങ് എന്നുള്ളതൊന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നത് ഏതിലാണത്? നോട്ട് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നോട്ട് സെൻഡ് ചെയ്യല്ലോ, അതിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ പൊട്ടാറ്റോസ് ആൻഡ് ഓണിയൻസ് പൊട്ടാറ്റോസ് ആൻഡ് ഒണിയൻസ് ഡാഷ്. അത് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു തന്നത്. ഞാൻ അറിയില്ല, എനിക്ക് ഡൗട്ടായിട്ട് ഞാൻ ചോദിച്ചതാ. അത് നല്ല സംശയമാണ് എന്തായാലും. കാരണം അത് ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ ആയി സെൻഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടില്ല ശരിക്കും. എങ്കിലും പറയാം. പൊട്ടാറ്റോസ് ആൻഡ് ഒണിയൻസ്. പൊട്ടാറ്റോസ് ആൻഡ് ഒണിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ആണ്, പ്ലൂറൽ ആണല്ലോ. അപ്പൊ നമ്മൾ ആർ എന്ന് ഉപയോഗിക്കണം. ആർ പ്രിവെന്റിങ് എന്ന് ഉപയോഗിക്കോ, അല്ലെങ്കിൽ പ്രിവെന്റഡ് എന്ന് ഉപയോഗിക്കോ? ആർ പ്രിവെന്റഡ്. നോക്കാം, പ്രിവെന്റ് എന്ന് പറഞ്ഞ വാക്കിന് ശേഷം ഒരു പ്രത്യേകതയുണ്ട്. പ്രിവെന്റ് ഫ്രം പ്ലസ് ING എന്ന് ഉപയോഗിച്ചോളണം. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം? പൊട്ടാറ്റോസ് ആൻഡ് ഒണിയൻസ് ആർ പ്രിവെന്റഡ് ഫ്രം സ്പ്രൗട്ടിംഗ് ബൈ എ ന്യൂ ടെക്നോളജി യൂസിങ് റേഡിയേഷൻ. റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് നൂതനമായ ഒരു സാങ്കേതിക വിദ്യയിലൂടെ പൊട്ടാറ്റോസ്, ഒണിയൻസ്
എന്നിവ സ്പ്രൗട്ട് ഇരിക്കാനുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യ കണ്ടെത്തിയിട്ടുണ്ട്. ആർ പ്രിവെന്റഡ് ഫ്രം എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. യു ആർ പ്രിവെന്റഡ് ഫ്രം എൻറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആർ പ്രിവെന്റഡ് ഫ്രം എൻറ്ററിങ് നിങ്ങളെ അവിടെ നിങ്ങൾക്ക് അവിടെ പ്രവേശിക്കാതിരിക്കാൻ വിലക്കുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറെ കൂടി നിങ്ങൾക്ക് വ്യക്തമാക്കിയിട്ട് പറഞ്ഞുതരാം. അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ചോദിച്ചുകൊണ്ടാണ്. ഓക്കെ സർ. ഓക്കെ, അല്ല അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എത്തുന്ന ഫ്രൈസൽ വെർബ്സ് ഇവിടെ പറഞ്ഞിട്ടില്ല. ശരി. അപ്പൊ ഓക്കെ, ദെൻ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ അങ്ങനെ സംശയങ്ങളുടെ ചോദിക്കണം, അല്ലെ എനിക്കൊന്നും മനസ്സിലാവില്ല. ഓക്കെ, ദെൻ ഗുഡ് നൈറ്റ് ടു ഓൾ ഓഫ് യു. Thank you, sir. Okay. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir.